ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. സ്വർണമെങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു. ഓർത്തു നോക്കിക്കേ, നിന്റെ പ്രണയബന്ധങ്ങളുടെ പഴയ വഴികളെ ഒന്ന് തിരിച്ചു നടന്നു നോക്കിക്കേ. അപ്പം പറഞ്ഞു വേണ്ട, അമ്മ പറഞ്ഞു വേണ്ട, നാട്ടുകാർ വീട്ടുകാരും വേണ്ട, മോളെ വേണ്ട, മോനെ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാനാ തീരുമാനം, എനിക്കറിയാം എന്നാ വേണമെന്ന്. ഞാൻ കെട്ടുന്നുണ്ട്, ഞാൻ അവളെ കെട്ടുന്നുള്ളൂ, എനിക്ക് കല്യാണമുണ്ട്, എനിക്ക് അയാൾ മതി, ഇല്ലെങ്കിൽ ഞാൻ കെട്ടുന്നില്ല, ഞാൻ കല്യാണം കഴിക്കുന്നില്ല, ഞാൻ ഇവിടെ നിന്നുള്ള ഞാൻ പോയി കെട്ടിച്ചത്തോളാം, ഞാൻ ചത്തോളാം എന്ന് പറഞ്ഞ് അപ്പനെ അമ്മയെ നീ മുൾമുനെ നിർത്തുമ്പോൾ ഈ അപ്പൻ ഈ അമ്മ നിനക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്ന് ഒന്ന് ഓർത്തു നോക്കിക്കേ. ഇന്ന് ആ മക്കൾ ഈ അപ്പൻ്റെയോ അമ്മയുടെയോ നെഞ്ചിന് നൊമ്പരം കാണുന്നുണ്ടോ? ഇന്ന് അച്ഛൻ്റെ പുറകെ ഓടി വന്ന് അച്ഛൻ ഒന്ന് വന്ന് പ്രാർത്ഥിക്കുക, അച്ഛൻ നമുക്ക് അറിഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഇതുപോലെ എത്ര ആളുകൾ മുന്നിൽ ഡോക്ടറിന് മുമ്പിൽ, നേഴ്സിന് മുമ്പിൽ, കാശുകാരന് മുമ്പിൽ ഫീസ് കൊടുക്കാൻ കാശില്ല, പഠിപ്പിക്കാൻ കാശില്ല, സാറ് ഒന്ന് ജയിപ്പിക്കണം സാറ്, എങ്ങനെയെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ടല്ലേ വിളിക്കുന്നത്. അങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് എത്രയോ അപ്പനമ്മമാർ ഇന്നിവിടെ ഇരിക്കുന്നവരിലുണ്ട്. അവരുടെ കണ്ണീര് കാണുന്ന എത്ര മക്കളുണ്ട് ഇവിടെ. അപ്പനെയും അമ്മയും വീടും കുടുംബവും മറന്നിട്ട് പ്രേമിച്ചവനെയും കാമിച്ചവളെയും പുറകെ ഇറങ്ങിത്തിരിച്ചവരുണ്ട്. എന്നിട്ടിന്ന് കല്യാണം കഴിച്ചിട്ട് എല്ലാവരെയും മറന്ന് കല്യാണം കഴിച്ചിട്ട് 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം 5 കൊല്ലം ആകുന്നതിന് മുൻപ് ഇന്ന് എനിക്ക് നിന്നെ കാണണ്ട, കേൾക്കാൻ വേണ്ട, നിന്റെ മുഖം കാണുന്നതിന് എനിക്ക് കരിയാണ്, ഇറങ്ങടി പുറത്ത് പോ മനുഷ്യനെ എന്നും പറഞ്ഞ് ഇന്ന് കേസും പുക്കാരവുമായിട്ട് അടിയും പിടിയുമായിട്ട് നീ വിഷം കൊടുക്കാൻ കാത്തിരിക്കുന്നുവെങ്കിൽ, കെട്ടിത്തൂങ്ങി മരിക്കാൻ കാത്തിരിക്കുന്നുവെങ്കിൽ ജീവിതങ്ങൾ എവിടെ പോകുന്നു? ജീവിതത്തിന് അർത്ഥങ്ങൾ എവിടെ പോകുന്നു? ഇന്ന് 25-ാം വർഷം ജൂബിലി വർഷത്തിൽ സമ്പത്തുകൾ തിരികെ കൊടുക്കണമെന്ന്, തിരികെ കിട്ടേണ്ടിയിരിക്കുന്നു. അപ്പൻ്റെ സമാധാനം മകളെ തിരിച്ചു കൊടുക്കണം, നിന്റെ അമ്മയുടെ സമാധാനം തിരിച്ചു കൊടുക്കണം, നിന്റെ ഭാര്യയ്ക്ക് നിന്റെ സ്നേഹം തിരിച്ചു കൊടുക്കണം, നിന്റെ ഭർത്താവിനുള്ള വിശ്വാസം തിരിച്ചു കൊടുക്കണം. 1 ഇഞ്ച് ഭൂമിക്ക് വേണ്ടി, 1 പണവിടെ പൊന്നിന് വേണ്ടി സഹോദരനെയോ സഹോദരിയോ അപ്പനെയോ അമ്മയോ നീ വെട്ടാൻ ആഗ്രഹിച്ചുവെങ്കിൽ, നീ കോടതി കേസ് കൊടുത്തുവെങ്കിൽ, അതിരുകൾ കടന്നെടുത്തുവെങ്കിൽ തിരിച്ചു കൊടുക്കണം. ജൂബിലി വർഷം പരിത്രാണയുടെയും ജൂബിലിയാണിത്. ആണ്ടോടാണ്ടുകൾ ഈ കൺവെൻഷനിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് സ്വത്തുകൾ സമ്പത്തുകൾ തിരികെ കിട്ടണം, നഷ്ടപ്പെട്ട് തിരികെ കിട്ടണം. ജീവിതത്തിൽ നിനക്ക് വിലപ്പെട്ട പലതും നഷ്ടപ്പെട്ടു പോയി കാണാം. നിന്റെ ജീവിതത്തിൻ്റെ ചാരിത്രം, നിന്റെ ജീവിത വിശുദ്ധി, നിന്റെ ശരീരത്തിൻ്റെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോയെങ്കിൽ പഴയതിനോർത്ത് നീ കരഞ്ഞിരിക്കാതെ കൊണ്ട് ദൈവമേ, കൈമോശം വന്നു പോയത് തിരിച്ചു തന്നെ നിന്നെ വിശുദ്ധീകരിക്കണമേ കർത്താവേ. നിലത്ത് വീണുടഞ്ഞു പോയി ഈ ജീവിതം, മറ്റാർക്കും ഇതിനെ ഒരുക്കി ഉടച്ചു വാർക്കാനാവില്ല ദൈവമേ, നിനക്ക് മാത്രം. You can. എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റാൻ നിനക്ക് സാധിക്കും എൻ്റെ ദൈവമേ. എന്നീ പരിത്താണ് ബൈബിൾ കൺവെൻഷൻ്റെ തമ്പുരാന്റെ തിരുസന്നിധിയിൽ നീറുന്ന മനസ്സ്, നിറയുന്ന കണ്ണുകളുമായിട്ട് നെഞ്ഞു നുറുങ്ങിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ നിന്റെ പ്രാർത്ഥന കേൾക്കുമെന്നല്ലേ. ഈ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ജോജി അച്ഛൻ പ്രൈസ് ആൻഡ് വർഷിപ്പ് അവസാനിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നിർത്തിയ വചനം അതായിരുന്നു. ബാറുക്ക് പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ തിരുവചനം.
ബാറൂക്ക് പ്രവാചന പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ തിരുവചനം, എൻ്റെ മക്കളെ ധൈര്യമായിരിക്കുക, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, ശത്രു കരങ്ങളിൽ നിന്നും അവൻ്റെ പിടിയിൽ നിന്നും ഉടൻ നിങ്ങൾക്ക് മോചനമുണ്ടാകുമെന്ന്. Cheer up my brother, cheer up my sister, call upon the name of God and you will receive the answer immediately. ഉടൻ നിനക്ക് ആശ്വാസം ലഭിക്കുമെന്ന്. ഇന്ന് രാത്രിയിൽ പരിത്രാണയുടെ പുണ്യഭൂമിയിൽ നിന്ന് നീ നീങ്ങുന്നതിന് മുൻപായിട്ട് ഈ വാഗ്ദാനം ചോദിച്ചു വാങ്ങുക, ഈ അനുഗ്രഹം ചോദിച്ചു വാങ്ങുക, ഈ അഭിഷേകം ചോദിച്ചു വാങ്ങുക. എൻ്റെ ഇന്നത്തെ പ്രസംഗത്തിൻ്റെ വിഷയവും പ്രമേയവും അക്കാര്യം തന്നെയാണ്. ആ വചനത്തിലേക്ക് ഇങ്ങനൊരു ആമുഖത്തോടെ ഞാൻ തിരികെ വിളിക്കുകയാണ്. ആ വചനം നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മ ഒരുക്കിയിരിക്കുന്നത് ദിനവൃത്താന്ത പുസ്തകത്തിൽ 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-10 തിരുവചനങ്ങളെ ആധാരമാക്കിയാണ് ഞാൻ എൻ്റെ തമ്പുരാൻ കർത്താവിൻ്റെ തിരുവചനങ്ങളെ എൻ്റെ പ്രിയജനത്തിന് വേണ്ടി ഇന്ന് പങ്കുവയ്ക്കേണ്ടിയിരിക്കുന്നത്. ഈ രാത്രിയിൽ 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-10 തിരുവചനങ്ങൾ. ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 4 and verse 9 and 10. ജാബസ് അവൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ അവനെ ജാബസ് എന്ന് പേര് വിളിച്ചു. അവൻ ഇസ്രായേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, അങ്ങയുടെ കരം എന്നോടുകൂടി ആയിരിക്കുകയും ചെയ്യണമേ, വിപത്തുകളിൽ നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നവിടെ എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഇൻ്റർനെറ്റിൽ ഗൂഗിൾ സെർച്ച് കയറിയിട്ട് ജാബസ് പ്രെയർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി വിശാലമായ വലിയ പഠനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ജാബസ് പ്രെയർ, ജാബസിൻ്റെ പ്രാർത്ഥന വെറും 2 വരികളിൽ എഴുതിയിരിക്കുന്നു. മലയാളം POC ബൈബിളിൽ അതിനകത്ത് 15 വാക്കുകളാണുള്ളത്. 15 വാക്കുകളാണുള്ളത്. ഈ 15 വാക്കിലൂടെ ദൈവമായ കർത്താവ് നമ്മൾ സംസാരിക്കുന്നു. ഇംഗ്ലീഷിലെ NRSV ന്യൂ റിവൈസ് സ്റ്റാൻഡേർഡ് ബൈബിളിൽ വായിച്ചാൽ അതിന് 25 വാക്കുകളാണ്. വളരെ ശക്തവും പ്രസിദ്ധമായൊരു വചനം. ഇന്ന് ഈ വചനത്തിന് ചൂടുപിടിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. വചനം ഇപ്രകാരമാണ്: ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ അവനെ ജാബസ് എന്ന് പേര് വിളിച്ചു. അന്നത്തെ കാലത്ത് പേരുകൾക്ക് അർത്ഥമുണ്ടായിരുന്നു. അവൻ്റെ പേരിൻ്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞാൽ വ്യസനപുത്രൻ എന്നാണ്. ദുഃഖത്തിൻ്റെ സന്തതി, കണ്ണീർ പുഷ്പം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കണ്ണീർ പുഷ്പം, വ്യസനപുത്രൻ, ദുഃഖസന്തതി, ഇതാണ് അവൻ്റെ പേര്. ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മളെ ആരെങ്കിലുമൊക്കെ കാണുമ്പോഴത്തേക്കും ദുഃഖപുത്രി എന്ന് വിളിച്ചാൽ എൻ്റെ പേരങ്ങനെയല്ല എന്ന് പറയുമല്ലേ? ദുഃഖപുത്രി, ദുഃഖപുത്ര. അവൻ്റെ പേരെങ്ങനെയാണ് അവൻ്റെ അമ്മ ഇട്ടത്? എന്തിനമ്മ എനിക്ക് ഈ പേരിട്ടത്? ഈ ശാപത്തിൽ ഞാൻ ഇന്ന് കരയേറും, ഞാൻ പോകുന്നിടത്തെല്ലാം എണ്ണി നെറ്റിയിലിതാണ് ദുഃഖപുത്രൻ. എന്താ പറയാൻ പോകുന്നത്? എന്താ കാരണം? നിന്നെ ഞാൻ നൊന്തുപെട്ടു. ചില പറഞ്ഞു കേട്ടില്ലേ, ഈ കൊച്ചിനെ ഗർഭത്തിലായിരുന്നപ്പോഴേ അപ്പം മരിച്ചു. ചില പെണ്ണുങ്ങളെ പറ്റി പറയല്ലേ, അമ്മായിമ്മ കൂടുതൽ പറയും ചില മരുമക്കളെ പറ്റിയല്ലേ, എടി മൂദേവി, എടി കൽമുഖി, നിന്നെ കെട്ടിയെടുത്ത് എൻ്റെ കുടുംബത്തിൽ കൊണ്ടുവന്ന് അന്ന് മുതൽ തുടങ്ങിയിട്ട് കഷ്ടകാലം. എന്ത് കേൾക്കും, എന്ത് പറയും പെണ്ണ്? ചില മകളെ പറ്റി നിൻ്റെ തല കണ്ടപ്പം തുടങ്ങി കുടുംബത്തിന് കാശ്, നിൻ്റെ കാല് മണി കണ്ടപ്പം മുതൽ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെയൊക്കെ പേരിൽ ഇങ്ങനെ ആരോപണങ്ങളുണ്ട്, ആക്ഷേപങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ പേരിട്ടിരിക്കുകയാണ്. ജാബസ്, ജാബസ്, ദുഃഖപുത്രൻ, വ്യസനപുത്രൻ. അങ്ങനെ ഈ പേര് കേട്ട് ചുമന്ന് നടന്ന ജാബസ് ഒരു നാളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അവനിങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ അവനെ യാബസ് എന്ന് വിളിച്ചു. അവൻ ഇസ്രായേലിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇസ്രായേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, അങ്ങയുടെ കരം എന്നോടുകൂടി ആയിരിക്കുകയും വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ.
മറുപടി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. ജാബസ് പ്രാർത്ഥന ഇങ്ങനെയാണ്, ഓ ഗോഡ് ഓഫ് ഇസ്രായേൽ, may your hand be upon me and extend my boundaries, extend my borders, and may your blessing be upon me. Extend my boundaries, എൻ്റെ അതിർത്തികൾ വിസ്തൃതമാക്കി തരണമേ, എൻ്റെ അതിർത്തികൾ വിസ്തൃതമാക്കി തരണമേ. ഇന്ന് എനിക്ക് പേരില്ല, പെരുമയില്ല, സ്വത്തില്ല, പണമില്ല, ആയുസ്സില്ല, ആരോഗ്യമില്ല, നിറമില്ല, സമ്പത്തില്ല. എൻ്റെ ജീവിതം ഞാൻ ഒതുങ്ങിപ്പോയി, ചുരുങ്ങിപ്പോയി, എൻ്റെ ഗതി ഇങ്ങനെയായിപ്പോയി. എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, എനിക്കെൻ്റെ കടം വീട്ടാൻ പറ്റുന്നില്ല, എൻ്റെ മക്കളെ കെട്ടിച്ചൂടാൻ പറ്റുന്നില്ല, പഠിച്ച് ഇത്രയായി, ഒരു ജോലി കിട്ടിയിട്ടില്ല, ഈ വീടിൻ്റെ പണിയൊന്നും പൂർത്തിയാകുന്നില്ല, ഇന്നും അന്നും വാടക വീട്ടില്, ഇന്നും ഈ കൂരയില്. എൻ്റെ ദൈവമേ, എന്ന് നീ വേദനയോട് വ്യസനിക്കുന്നുവെങ്കിൽ ജാബസ്, നീ എന്ത് പറയണം? ഇന്ന് ഇവിടെ വെച്ച് പറയണം, ഞാൻ എൻ്റെ പേരുകൾ തിരുത്തി കുറിക്കും, എനിക്ക് വേണ്ടി കെട്ടിയ മതിലുകളെ ഞാൻ മറികടക്കും, എൻ്റെ അതിർത്തികൾ ഞാൻ വിസ്തൃതമാക്കാൻ പോകുന്നു. എൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ദൈവമായ കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, നിന്റെ അനുഗ്രഹത്തിന് കരം എൻ്റെ മേൽ ഉണ്ടാകട്ടെ, എൻ്റെ അതിർത്തികൾ വിസ്തൃതമാക്കണമേ. എനിക്ക് ഇന്ന് 5 സെൻറ്റേ ഉള്ളൂ, ബാങ്കിൽ കാശ് മിച്ചമില്ല, എനിക്ക് 10 സെൻറ്റ് വേണം പെര വെക്കാൻ. ഐ വോണ്ട് ദാറ്റ്, എനിക്കത് കിട്ടണം. എൻ്റെ മൂത്ത മകൾ മൂത്തുമരണിച്ച് 36 വയസ്സും കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുന്ന ഇളയത് ഇനിയുണ്ട് 4 കെട്ടിക്കാനായിട്ട്. ദൈവമേ, എൻ്റെ മോളുടെ വിവാഹം, ജാബസ്, എൻ്റെ അതിർത്തികൾ വിസ്തൃതമാക്കണമേ. ഈ 5 പിള്ളേരും പെരയ്ക്കകത്ത് പെര നിറഞ്ഞിരുന്നാൽ പോരാ, 5 കുടുംബത്തിലേക്ക് ആക്കണം, 5 വീടും പൊരിയും ഉണ്ടാകണം. എക്സ്റ്റെൻഡ് മൈ ബോർഡേഴ്സ് ഓ ലോർഡ്. എൻ്റെ മകൾ വിവാഹം കഴിഞ്ഞിട്ട് ഇന്ന് 5 കൊല്ലം കഴിഞ്ഞൊരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട് ദൈവമേ ഭാഗ്യമില്ലല്ലോ. എത്ര ആശുപത്രികൾ കയറി ഇറങ്ങി നടന്നു, എവിടെയെല്ലാം ചികിത്സ ചെയ്തു. അവസാനം അവർ പറയുന്നത് IVF 10 ലക്ഷം രൂപ, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, വാടകയ്ക്കെടുത്ത ഗർഭപാത്രവുമായിട്ട് ആരുടെ നിന്ന് അറിയില്ലാത്ത ഒരു ഭ്രൂണമോ ഒരു ബീജമോ കടമെടുത്തിട്ട് അത് ബീജസങ്കലനം നടത്തിയിട്ട് നിന്റെ മകളുടെ വയറ്റ് കുത്തിവെക്കണമെന്നോ? ദൈവമേ, എക്സ്റ്റെൻഡ് മൈ ബോർഡേഴ്സ്, അതിർത്തികൾ വിസ്തൃതമാക്കി തരണമേ. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന എന്നെ ദൈവമേ, നീ 5 മക്കളെ അമ്മയാക്കി മാറ്റണമേ. നീ പ്രാർത്ഥിക്കുമോളെ, നീ പ്രാർത്ഥിക്ക്. ദൈവം നിന്റെ അതിർത്തികൾ വിസ്തൃതമാക്കി തരും, അതിർത്തികൾ വിസ്തൃതമാക്കി തരും. പഠിച്ചു, ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, നഴ്സിംഗ് കഴിഞ്ഞു, MBA കഴിഞ്ഞു, MCA കഴിഞ്ഞു, ആർക്കിടെക്ചർ പഠിച്ചു, എഞ്ചിനീയറുമായി ഇന്നും തെണ്ടി നടക്കുവാണ്, ഇന്നും ഇരന്ന് നടക്കുകയാണ് ചെയ്യുന്നത്. ഒരു ജോലിയും കിട്ടിയിട്ടില്ല. ഇന്ന് ജോലി ദാതാക്കളുടെ വാതിലുകൾ മുട്ടി സർട്ടിഫിക്കറ്റ് കക്ഷത്തിൽ ഇടുക്കി നിറഞ്ഞ മനസ്സോടെ നീറുന്ന ദുഃഖത്തോടെ നീ നടക്കുന്നുവെങ്കിൽ ഇന്ന് ഇസ്രായേലിലെ ദൈവമായ കർത്താവിന് പ്രാർത്ഥിക്കട്ടെ. ദൈവമേ, നിന്റെ അനുഗ്രഹത്തിന് കരം എൻ്റെ മേലുണ്ടായിരിക്കട്ടെ. എൻ്റെ അതിർത്തികൾ വിസ്തൃതമാക്കി തരണമേ, എൻ്റെ അതിർത്തികൾ വിസ്തൃതമാക്കി തരണമേ. പരുത്താണ ബൈബിൾ കൺവെൻഷൻ്റെ ആദ്യത്തെ കൺവെൻഷനിൽ ആ ചെളിക്കകത്ത് മുട്ടുകുത്തി എഴഞ്ഞു നടന്ന് ജെറിക്കോ പ്രാർത്ഥനയിലും കൺവെൻഷനിലും കൂടിയതായ ഒരു കുടുംബം അടുത്ത ദിവസം എന്നോട് പറഞ്ഞു, അച്ഛാ, അന്ന് മോളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലായിരുന്നു അച്ഛാ. ഞാൻ അതിനുവേണ്ടി പരുത്താണയിലെ കൺവെൻഷനിൽ ആ ജെറിക്കോ പ്രാർത്ഥനയും 5 ദിവസവും കൺവെൻഷനിലും കർത്താവെ ഞാൻ ശുശ്രൂഷകയായി ശുശ്രൂഷ ചെയ്തു. ഇന്ന് മകനും മകളും ഇംഗ്ലണ്ടിലാണ്. മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഒക്കെ മാത്രം പോയിരുന്ന, നമ്മളൊക്കെ വെറും സ്വപ്നം കണ്ടിരുന്നതായ ബക്കിംഗ്ഹാം കൊട്ടാരവും കേംബ്രിഡ്ജും ലണ്ടൻ ടവറും ലണ്ടൻ ബ്രിഡ്ജുമൊക്കെ ഇന്ന് ഈ പിള്ളേർക്ക് നടന്നു കാണാവുന്ന ദൂരത്തിൽ പരിചിതമാണ് എന്ന് ഓർത്തു നോക്കിക്കേ. പാരമ്പര്യയുടെ പരിധികൾക്കുള്ളിൽ നിന്നിട്ട് അവർ പ്രാർത്ഥിച്ചു. എന്ത് പ്രാർത്ഥിച്ചു? എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കി തരണമേ, എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നിന്റെ അതിരുകൾ വിസ്തൃതമാക്കി തന്നില്ലേ? ദൈവത്തിന് അസാധ്യതയോട് യാതൊന്നുമില്ല.
ഇസ്മായിലിനെ കൈക്ക് പിടിച്ച് ഇറക്കി വിടാൻ വേണ്ടി വീട്ടിൽ സമ്മർദ്ദമുണ്ടായപ്പോൾ ദൈവം ഇറങ്ങി വന്നിട്ട് അബ്രാഹത്തോട് പറഞ്ഞു, അബ്രാഹമേ, ഇസ്മായിലിനെയും ഹാഗാറിനെയും നീ ഇറക്കി വിടുക. ഞാൻ അവർക്ക് വേണ്ടി ഒരു സ്ഥലമൊരുക്കിയിട്ടുണ്ട്. ഞാൻ അവരെയും ഒരു ജനതയാക്കും. നീ വ്യസനിക്കേണ്ട. നിന്റെ വാഗ്ദാനം വരാൻ പോകുന്നത് ഇസ്ഹാക്കിലൂടെയാണ്. വ്യസനപുത്രൻ ഇസ്മായേൽ, വ്യസനപുത്രി ഹാഗാർ. യജമാനന് വേണ്ടിയിട്ട് യജമാനത്തിയുടെ വാക്ക് കേട്ട് ഒരന്തി ഉറങ്ങിയതിൻ്റെ പേരിൽ ആഗ്രഹിച്ചിട്ടല്ല, ആ ശരീരസുഖം പ്രതീക്ഷിച്ചിട്ടുമല്ല, മക്കളില്ലാത്തൊരു കുടുംബത്തിലൊരു കുഞ്ഞിക്കാല് കാണുവാൻ വേണ്ടിയിട്ട് അന്ന് അടിമപ്പെണ്ണായിരുന്നവള് യജമാനനും യജമാനത്തെയും പറയുന്നത് കേൾക്കണം. യജമാനത്തിയുടെ വാക്കനുസരിച്ച് യജമാനോട് ശയിച്ചിട്ട് ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ അതിനെ യജമാനത്തിയുടെ മടിയിൽ വെച്ച് കൊടുത്തു, അതിനെ താലോലിച്ച് വളർത്തി. എന്നാൽ വാഗ്ദാനത്തിൻ്റെ സമയത്ത് ഓർത്തു നോക്കുകയെ, ഇസഹാക്ക് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഇസഹാക്കും ഇസ്മായിലും കൂടി കളിച്ചു നടക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത സാറായി പറഞ്ഞു, ഇറക്കി അടിമപ്പെണ്ണിനെ ഇവിടുന്ന്, അടിമപ്പെണ്ണിനെയും അതിൻ്റെ കൊച്ചിനെയും കൂടെ ഇവിടുന്ന് ഇറക്കി വിട്. ഒന്നെങ്കിൽ അവളോ അല്ലെങ്കിൽ ഞാൻ, രണ്ടിനും തീരുമാനിക്കൂ. അന്നും വേദനയോടെ അബ്രാഹം പറഞ്ഞു കാണില്ലേ, എടേ സാറാമേ, ഞാൻ ഒളിച്ചും പാത്തു പോയി അവളെ കൊടുത്ത് കിടന്നതല്ലോ, എൻ്റെ കൊതി കൊണ്ടല്ലോ, നീയാണ് എന്നെ പറഞ്ഞു വിട്ടത്, നീയാണ് എന്നെ നിർബന്ധിച്ചത്. എന്തായത്? എൻ്റെ ചോരയിൽ പിറന്നതല്ലേ ആ കൊച്ചു, ഇറക്കി വിടാൻ. എങ്ങോട്ട് ഇറക്കി വിടാൻ? എന്നാ കെട്ടിച്ചോന്നുകൊണ്ട് പൊത്തിപ്പിടിച്ച് വെച്ചോണ്ടിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് പെണ്ണും പിള്ളയായാലും തലേക്കൊരു നിറങ്ങിയാൽ വിശ്വാസത്തിൻ്റെ പിതാവ് അബ്രാഹാം എന്ത് ചെയ്യണം? അന്ന് രാത്രി നെഞ്ചു നുറങ്ങി ചങ്കുരുക്കി ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇടിമുഴക്കത്തി ഇറങ്ങി വന്ന് അബ്രാഹത്തോട് സംസാരിച്ചിട്ട് പറഞ്ഞു, അബ്രാഹമേ, നീ അവളെയും കൊച്ചിനെയും ഇറക്കി വിട്ടുകൊള്ളു. അവരെ ഞാൻ ജനതയാക്കിക്കൊള്ളാം, ഞാൻ അവരെ നോക്കിക്കൊള്ളാം. വേദനയോടെ ദുഃഖത്തോടെ കണ്ണീരോടെ ഒരു തുകൽ സഞ്ചിയിൽ വെള്ളവും ചുട്ട 4 അപ്പക്കഷണങ്ങളും എടുത്ത് പൊതിഞ്ഞു കൊടുത്തിട്ട് ഈ കൊച്ചിനെയും ഹാഗാറിനെയും ഇറക്കി വിടുമ്പോൾ അബ്രാഹത്തിന് മനസ്സിൻ്റെ നൊമ്പരവും വേദനയും പ്രതീക്ഷയും പ്രത്യാശയും മനസ്സ് കാണണ്ടേ? എന്നാൽ ഈ കൊച്ചിനെയും കൊണ്ടുപോയി ഈ തുകൽ സഞ്ചിയിലെ വെള്ളവും തീർന്നു, ഈ അപ്പകഷണങ്ങളും തീർന്നു. മരുഭൂമിയിലൂടെ ഉഴലുമ്പോൾ ഈ കൊച്ചിൻ്റെ പ്രാണനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ലല്ലോ. ഇതിനിച്ചിരി വെള്ളം പോലും, നാവ് വരണ്ടുണങ്ങി മരിക്കുന്ന കൊച്ചിന് തൊണ്ടയിലേക്ക് തൊട്ടുകൊടുക്കുവാൻ വേണ്ടി ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ മരുഭൂമിയിൽ അലയുമ്പോൾ ഹാഗാർ കൊച്ചിനെ ഒരു കല്ലേറ് ദൂരം മാറ്റിക്കിടത്തിയിട്ട് അവൾ കരഞ്ഞു. ദൈവത്തിന് വചന പ്രകാരം പറയുന്നു, ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, ദൈവം ഇറങ്ങി വന്നു, ദൈവത്തിന് ദൂതൻ അവളോട് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹഗാറേ, മകൻ്റെ നിലവിളി ഞാൻ കേട്ടു, കൊച്ചിൻ്റെ കണ്ണീര് ഞാൻ കണ്ടു, കരഞ്ഞത് അമ്മയാണ്, കൊച്ചിൻ്റെ നിലവിളി കേട്ടുവെന്ന്. എന്നിട്ട് പറഞ്ഞു, നീ തിരികെ ചെല്ലുക. അവൾ തിരികെ ചെന്ന് ആ കൊച്ചിനെ എടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ നോക്കുക. അവൾ നോക്കിയപ്പോൾ അവിടെ മരുഭൂമിയിൽ ഒരു ഉറവ ഉയർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതീക്ഷിക്കാൻ വകയൊന്നുമില്ലാത്തപ്പോൾ മരുഭൂമി, ചുട്ടുപഴുത്ത മണൽക്കാട്ടില് ദൈവമായ കർത്താവ് ഹാഗാറിന് വേണ്ടി കരഞ്ഞു പൊരിഞ്ഞ ഇസ്മായിലിന് വേണ്ടി മരുഭൂമിയില് ഉറവയൊഴുക്കി. സഹോദര സഹോദരി, ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഉറവ പൊട്ടും. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഒരു ഉറവയൊഴുകും. നിന്റെ സമ്പത്തിന് വേണ്ടി, നിന്റെ ആരോഗ്യത്തിന് വേണ്ടി, നിന്റെ ജീവിതത്തിന് വേണ്ടി, നിന്റെ കുടുംബത്തിൽ ഒരു ഉറവയുണ്ടാകും. നീ കരഞ്ഞു വിളിച്ചുകൊള്ളുക, നീ നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. ഒരു ഉറവ. അവൾ ചെന്ന് കൊച്ചിനും വെള്ളം കോരി ആ തുകൽ സഞ്ചി നിറച്ചെടുത്തു. എന്നിട്ട് പറഞ്ഞു, നിന്റെ മകൻ്റെ പ്രാണനെ ഞാൻ കാക്കും, അവനെ ഞാനൊരു ജനതയാക്കും. ദൈവത്തിൻ്റെ വാഗ്ദാനം. ദൈവത്തിന് അസാധ്യമടി യാതൊന്നുമില്ല. ഞാനിത് കഥകളായിട്ട് പറയാത്തത്,
പച്ചയായ യാഥാർത്ഥ്യങ്ങളും അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുള്ളപ്പോൾ പിന്നെ മറ്റു സാക്ഷികളെ കൊണ്ടെന്ത് ആവശ്യമല്ലേ? നമുക്ക് മുമ്പിൽ സാക്ഷികൾ വലിയൊരു വൻനിരയുണ്ടെന്നാണല്ലോ ഹെബ്രായ ലേഖനത്തിൽ പറയുന്നത്. ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും മുഖം നോക്കി എനിക്ക് പറയാൻ പറ്റും. എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചുവെങ്കിൽ ദൈവം നിൻ്റെ അതിരുകളെ വിസ്തൃതമാക്കി തരുന്നിരിക്കുന്നു. നിൻ്റെ സമ്പത്തിൻ്റെ, നിൻ്റെ കുടുംബത്തിൻ്റെ, നിൻ്റെ ജോലിയുടെ, നിൻ്റെ സന്താനങ്ങളുടെ, ജീവിത ബന്ധങ്ങളുടെ അതിരുകൾ വിസ്തൃതമാക്കി തന്നുകൊണ്ടിരിക്കുന്നു. എക്സ്റ്റെൻഡ് മൈ ബൗണ്ടറീസ് ഓ ലോർഡ്. ഹല്ലേലൂയ. ഓരൊക്കെ പറയട്ടെ ഹല്ലേലൂയ. ഒന്നുകൂടെ പറയട്ടെ ഹല്ലേലൂയ. 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 അപ്പോൾ നീ എന്ത് പ്രാർത്ഥിക്കണം? എൻ്റെ ദൈവത്താൽ, എൻ്റെ കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിൽ ജാബസ് പറഞ്ഞു, നിശ്ചയമായും ഞാൻ അനുഗ്രഹം പ്രാപിക്കും. അതാണ് ജാബസ് പ്രേയർ. എൻ്റെ ദൈവത്താൽ നിശ്ചയമായും ഞാൻ അനുഗ്രഹം പ്രാപിച്ചേ പോവുകയുള്ളൂ. ഈ വചനത്തിൻ്റെ തുടർ വ്യാഖ്യാനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരുന്നത് ദിനവൃത്താന്ത പുസ്തകം 4-ാമത്തെ. ഞാനിത് വെറുതെ പറഞ്ഞ് നിങ്ങൾ കേട്ടുപോയാൽ പോരാ. ഇത് കുറിച്ച് വെച്ച് വീട്ടിൽ ചെന്നിട്ട് ഇത് പതിവായിട്ട് പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-10 വചനങ്ങൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണം. ഐ ക്ലെയിം ഇറ്റ്. ഇതെനിക്ക് വേണം എന്ന് പറഞ്ഞ് എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം ഞാൻ പ്രാപിക്കും. നിശ്ചയം അനുഗ്രഹം ഞാൻ പ്രാപിക്കും. ഞാൻ ഓർക്കുന്നു, ഒരു 3 കൊല്ലം മുമ്പ് ഒരു കുടുംബത്തിൽ നിന്ന് എന്നോട് പ്രാർത്ഥിക്കാൻ പ്രത്യേകമായിട്ട് പറഞ്ഞു. എന്നിട്ട് അമ്മയാണ് വിളിച്ച് പറയുന്നത് മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. മകളും മകനും വിദേശത്താണ്. കല്യാണം കഴിച്ചിട്ട് 8 കൊല്ലമായി മക്കളില്ല. കല്യാണം കഴിച്ചിട്ട് 8 കൊല്ലമായി മക്കളില്ല. കാശില്ലാഞ്ഞിട്ടല്ല, ചികിത്സ ചെയ്യാഞ്ഞിട്ടല്ല, ദൈവം തരണ്ടേ. ഞാൻ പറഞ്ഞു, അവരോട് പറയുക, ഭാര്യയും ഭർത്താവും വരുന്ന 41 ദിവസത്തേക്ക് ഞാനീ പറയുന്ന വചനം എന്നും അവർ രണ്ടുപേരും കൂടെ വയറ്റത്തും മാറത്തും കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 25-ാം തിരുവചനമാണ്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 25-ാം തിരുവചനം എഴുതിയെടുത്ത് അത് പ്രാർത്ഥിപ്പിക്കണം. ഉൽപ്പത്തി പുസ്തകം 49-25. നിന്റെ പിതാവിന് ദൈവം നിനക്ക് തുണയായിരിക്കട്ടെ. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും. മുകളിലുള്ള ആകാശത്തിൻ്റെയും കീഴിലുള്ള ആഴത്തിൻ്റെയും ഉദരത്തിൻ്റെയും മാറിടത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിനക്കുണ്ടായിരിക്കട്ടെ. ഇത് യാക്കോബ് തൻ്റെ സന്തതികളെ അനുഗ്രഹിക്കുന്ന ഭാഗമാണ്. മരിക്കുന്നതിന് മുൻപായിട്ട് ഞാൻ പറഞ്ഞു, ഈ അനുഗ്രഹം നീ ഏറ്റുപിടിക്കുക, വെട്ടിവിഴുങ്ങുക, സ്വന്തമാക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഭാര്യയും ഭർത്താവും കൂടെ രണ്ടുപേരും വയറത്തും മാറത്തും കൈവച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവമേ, മുകളിൽ ആകാശത്തിൻ്റെയും താഴെ ആഴത്തിൻ്റെയും ഉദരത്തിൻ്റെയും മാറിടത്തിൻ്റെയും അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാകട്ടെ. കൃത്യം 3-ാം മാസം അവരെന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ മോക്ക് വിശേഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരോഗ്യമുള്ള ഇരട്ട പിള്ളേരുടെ മാതാപിതാക്കളായി അവർ. 1 ചോദിച്ചാൽ 2 കിട്ടും, 2 ചോദിച്ചാൽ 3 കിട്ടും. പണ്ടും കണ്ട് ഈ എന്നാ പറയുന്നത്, ഒരു കുലുക്കു തരണം, വെയ് രാജാ മടിക്കാതെ വെച്ചാൽ മടി നിറയെ കിട്ടും. 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും. വെയ് രാജാ. പ്രൈസ് ദി ലോർഡ്. അത് കൂലിക്കൂത്തുകാരൻ നിങ്ങളെ ആകർഷിക്കാൻ പറഞ്ഞാണ്. ഇന്ന് ദൈവത്തിൻ്റെ വചനമാണിത്. നീ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക. ജാബസ് പ്രേയർ. ദൈവമേ, എന്നെ അതിർത്തികൾ വിസ്തൃതമാക്കി തരണമേ. സമ്പത്തിൻ്റെ കാര്യത്തിൽ, സ്വത്തിൻ്റെ കാര്യത്തിൽ, വീടിൻ്റെ കാര്യത്തിൽ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിൽ, കുടുംബ സമാധാനത്തിൻ്റെ കാര്യത്തിൽ, വ്യക്തിബന്ധങ്ങളുടെ കാര്യത്തിൽ നീ പ്രാർത്ഥിക്കുക. ദൈവമേ, മുകളിൽ ആകാശത്തിൻ്റെയും താഴെ ആഴത്തിൻ്റെയും ഭൂമിയുടെയും ഉദരത്തിൻ്റെയും മാറിടത്തിൻ്റെയും അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കൊള്ളുക. ജാബസ് പ്രേയർ. ഈ അനുഗ്രഹം നീ ഏറ്റുവാങ്ങണം. അടുത്ത ബൈബിൾ കൺവെൻഷൻ വരുമ്പോൾ സാക്ഷ്യം പറയുവാൻ വേണ്ടി അനുഗ്രഹം നീ ചോദിച്ചു വാങ്ങുക.